ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ ഈ മൾട്ടിപോളാർ എന്ന് പറഞ്ഞ ഒരു ഫോറിൻ പോളിസി എല്ലാ രാജ്യങ്ങളും അത് ഇതുവരെ യൂണിപോളാർ ലെവലിൽ ചിന്തിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ മൾട്ടിപോളാറിലേക്ക് പോകേണ്ട നിർബന്ധിത ഘട്ടത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഓയിൽ ഷോക്ക്, ഈ എനർജി ഷോക്കാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഉദ്ദേശിച്ചിരുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അത്ര ഷോർട്ടായിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിയില്ല എന്നുള്ളതങ്ങ് ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം തന്നെ ആസ് യൂഷ്വൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തടസ്സപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 40 ദിവസമേ യുദ്ധം നടന്നുള്ളൂ, പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് സ്റ്റിൽ ക്ലോസ്ഡ് ആണ്. ഇനി ഈ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഷഫ്ലിംഗ് നടന്നിട്ടുണ്ട്, ഗ്ലോബൽ ഷഫ്ലിംഗ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ലോക എനർജി വിപണിയിൽ പ്രത്യേകിച്ച് ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രിയിൽ 20% ആണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ കോൺട്രിബ്യൂഷൻ. ഈ 20% ഷോർട്ടേജ് മറ്റു മാർഗങ്ങളിലൂടെ കണ്ടെത്താൻ മറ്റുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എണ്ണയുടെ വില ക്രമാതീതമായിട്ട് ഉയർന്നു പോകാത്തത്. ഒരു 100, 110, 115, 118, 120 ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല രാജ്യങ്ങളും പല വലിയ രാജ്യങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ള റിസർവ്ഡ് ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ മറ്റു മാർഗങ്ങളിലൂടെ എണ്ണ കണ്ടെത്താനും ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ എണ്ണ വില കുറച്ചെങ്കിലും ഈ രീതിക്ക് ഒതുങ്ങിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ഡിസാസ്റ്ററായി തന്നെ മാറിയേനെ. ഈ പ്രതിസന്ധി തന്നെ പല രാജ്യങ്ങൾക്കുള്ളിലും അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ പല രാജ്യങ്ങളുമായിട്ട് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, നയതന്ത്ര ബന്ധം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇടപാട് നടത്തുന്നുണ്ട് എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ യുദ്ധ സാഹചര്യത്തിലും റഷ്യയുടെ എണ്ണയ്ക്ക് സാങ്ഷൻസ് ഒഴിവാക്കി കൊടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും ഒരു മൾട്ടി പോളാർ അല്ലെങ്കിൽ ഒരു മൾട്ടി ലാറ്ററൽ ഫോറിൻ പോളിസിക്ക് മറ്റുള്ള രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധം അവസാനിച്ചാലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആയാൽ തന്നെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് പഴയതുപോലെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നെങ്കിലും ഇപ്പോൾ ഉണ്ടായ ഒരു ഡാമേജ് ഉണ്ടല്ലോ, ആ ഡാമേജ് അത്ര എളുപ്പത്തിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഉണ്ടായ ഡാമേജ് അത്ര എളുപ്പത്തിൽ നികത്താൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. അതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ അമേരിക്കയുടെ ഒരു അപ്പാഷെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയതിനെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്ക നിരവധി ഐലൻഡുകൾ കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക അറ്റാക്ക് നടത്തി, അതെല്ലാം ഓക്കെയാണ്. പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ, സെക്കൻഡറി ബ്ലാസ്റ്റൊക്കെ സംഭവിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇവിടെ നമ്മളുടെ ചോദ്യം അതല്ല. ഇറാൻ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ IRGC പറഞ്ഞിരിക്കുന്നത് 21 ലൊക്കേഷനുകളിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തിയെന്നാണ് IRGCയുടെ അവകാശവാദം. പക്ഷേ IRGCക്ക് തന്നെ ആകെ കൂടി ഒരേ ഒരു വിഷ്വൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ബഹ്റൈൻ്റെ ഉള്ളിൽ 5th ഫ്ലീറ്റ് നേവൽ ബേസിലേക്ക് അറ്റാക്ക് നടത്തിയതായിട്ടാണ് IRGC ഒരു ഫുട്ടേജ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഒരേ ഒരു ഫുട്ടേജ്. അതിലുപരിയായിട്ട് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്പണായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുവൈറ്റ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. കുവൈറ്റിലും ബഹ്റൈനിലായിട്ട് 4 മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ്റെ സൈഡിൽ നിന്നും അയച്ചത്. അപ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം ഓരോ മിസൈലുകൾ വെച്ച് പതിച്ചിട്ടുമുണ്ട്. ഇതാണ് ഇറാൻ നടത്തിയ അറ്റാക്ക് എന്ന് പറയപ്പെടുന്നത്. രാവിലെ മുതലേ വാർത്തകളിൽ ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതാണ് ഇറാൻ നടത്തിയ അറ്റാക്ക്. ആകെ 4 മിസൈലുകളും കുറച്ച് ഡ്രോണുകളും അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആസ് യൂഷ്വൽ അവർ അയക്കുന്നതിനാണ്. പരസ്പരം ഇതൊരു നാടകമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഓൾറെഡി തന്നെ ബാക്ക് ഓഫീസിൽ ഇറാൻ ഒരു ഡീലുമായിട്ട്, ഒരു സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അത് അമേരിക്ക റാറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അപ്പാഷെ ഹെലികോപ്റ്റർ ഇറാൻ അടിച്ച് വീഴ്ത്തുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ അടിച്ച് വീഴ്ത്തി അമേരിക്ക ഇത് കണ്ടെത്തിയ ഉടനെ തന്നെ, അതായത് അവരുടെ 2 ക്രൂ മെമ്പേഴ്സിനെ റെസ്ക്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈ വ്യക്തികളെ റെസ്ക്യൂ ചെയ്ത്
അപ്പം തന്നെ അമേരിക്ക കണ്ടെത്തി കഴിഞ്ഞു ഇത് ഇറാൻ വെടിവെച്ചിട്ടതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് അമേരിക്ക പ്രഖ്യാപനം നടത്തുന്ന ആ മൊമെന്റിൽ തന്നെയാണ് ഇറാൻ പറയുന്നത് അത് ഞങ്ങൾ ബൈ മിസ്റ്റേക്കൻലി സംഭവിച്ചതാണ്, ഇൻറ്റൻഷനലി ഞങ്ങൾ അറ്റാക്ക് ചെയ്തതല്ല. അതായത് ഈ അപാഷെ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് അറക്ചി സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ ഉടനെ ട്രംപ് സെൻകോവുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിട്ട് ഉടനെ തന്നെ പറഞ്ഞത് തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അബ്ബാസ് അറക്ചി വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അബ്ബാസ് അറക്ചി പറഞ്ഞത് നിങ്ങളുടെ ഹെലികോപ്റ്റർ വരെ ഞങ്ങൾ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് എനിമി റെജീം ഈ പരിസരം വിട്ടു പോകണം, അത് പേർഷ്യൻ ഗൾഫ് വിട്ടു പോകണം എന്നാണ് ഇറാൻ്റെ നിർദ്ദേശം. അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ താക്കീത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും രാത്രി അമേരിക്ക ശക്തമായ രീതിയിൽ ഇറാൻ്റെ മേലിൽ ആക്രമണം നടത്തി. നിരവധി ഐലൻഡുകളൊക്കെ കേന്ദ്രീകരിച്ച് മാരകമായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് നടത്തിയത്. ഇല്ലാന്നല്ല, എഫക്റ്റീവായിട്ടുള്ള അറ്റാക്കാണ്. ഇവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. ട്രംപ് 24/7 പറയുന്നത് ഇറാനിന് അറ്റാക്കിംഗ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ അപാഷെ ഹെലികോപ്റ്ററിനെ അടിച്ച് വീഴ്ത്തിയ ഈ അപാഷെ ഹെലികോപ്റ്ററിനെ ടാർഗറ്റ് ചെയ്ത് അടിച്ച് വീഴ്ത്തിയത് ആരാണ്? ഈ കപ്പാസിറ്റി ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? ഇറാനിന് കപ്പാസിറ്റി ഇല്ലാതെയാണോ അവരത് അടിച്ച് വീഴ്ത്തുന്നത്? ഇപ്പോൾ ട്രംപിൻ്റെ ഓരോ ഉടായ്പകൾ ഇവിടെ അടപടലം പൊളിഞ്ഞ് പാളിസാവുകയാണ്. കാരണം 24/7 ട്രംപ് ഇപ്പോൾ കള്ളം മാത്രമേ പറയുന്നുള്ളൂ. ഇത് 24 മണിക്കൂറും ഇറാനെക്കുറിച്ച്, ഇറാനിന് അറ്റാക്കിംഗ് പവർ ഇല്ല, അവരുടെ ഏതാണ്ട് 75% മിസൈൽ ഞങ്ങൾ തകർത്ത് കളഞ്ഞു, എന്തെല്ലാം ഡയലോഗുകൾ പറയണം എല്ലാം പറഞ്ഞ വ്യക്തിയാണ് ഈ ട്രംപ്. എന്നിട്ടിപ്പം അമേരിക്ക, അതായത് ഇവരുടെ അപാഷെ ഹെലികോപ്റ്റർ തകർത്തതിനെതിരെ ഇവർ പോയിട്ട് റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാക്ക് നടത്തിയതിന് എതിരെ ഇറാൻ വീണ്ടും തിരിച്ചടിച്ചിരിക്കുകയാണ്. വീണ്ടും 4 ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ഡ്രോണുകളും വെച്ചിട്ട് അമേരിക്കയുടെ ബേസുകളെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. ഇതിനെന്ത് മറുപടിയാണ് അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ളത്? ഇറ്റ് മീൻസ് ട്രംപിന് പറയാനുള്ളത്. ഇപ്പോഴും ട്രംപ് പറയുമോ ഇറാന് അറ്റാക്കിംഗ് പവർ ഇല്ല, ഞങ്ങൾ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണെന്ന്? അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കട്ടെ. നിലവിലെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് ഇറാൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഇച്ചിരി സമീപനം പാലിച്ച് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പരസ്പരം ഒരു ധാരണ, അതായത് ഞങ്ങൾ കുറച്ച് സ്ഥലം അറ്റാക്ക് ചെയ്യും, നിങ്ങളും അതിന് വേണമെങ്കിൽ പകരത്തിന് എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അറ്റാക്ക് ചെയ്ത് നിർത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണക്കാരൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. യുദ്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് നോൺ സ്റ്റോപ്പായിട്ട്. ഇപ്പോൾ ഇവർ ഒരു ഹെലികോപ്റ്റർ അടിച്ചിട്ടു, അപ്പോഴത്തേക്ക് അമേരിക്ക വന്ന് ഇറാനെ അടിച്ചു, ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു, പിന്നെ അമേരിക്ക വീണ്ടും അടിക്കണ്ടേ? അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലേ? ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ സകലമാന വിലയും കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇറാനുമായിട്ടുള്ള ഡീൽ എഡ്ജ് ലെവലിൽ ഒന്ന് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ആ സമയത്ത് ഇസ്രായേലാണ് കംപ്ലീറ്റ് തകിടം മറിച്ചത്, ഇല്ലെങ്കിൽ ഞങ്ങളൊരു സീസ് ഫയർ ഡീലിലേക്ക് എത്തിച്ചേനെ എന്നാണ് പാകിസ്ഥാൻ്റെ വാദം. പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ മേലിൽ ബ്ലെയിം എടുത്തു വെച്ചിരിക്കുകയാണ്. ഗാലിബാഫ്, ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള ഗാലിബാഫ്, IRGCയുടെ വളരെ സുപ്രധാനപ്പെട്ട പൊസിഷനിലുള്ള വ്യക്തിയാണ് ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് യുദ്ധവും ഡിപ്ലോമസിയും ഒരേപോലെ കൊണ്ടുപോകാമെന്നാണ് ഗാലിബാഫിൻ്റെ തീരുമാനം. അതായത് ആക്രമിച്ചാൽ ആക്രമിക്കും, ചർച്ചയാണെങ്കിൽ ചർച്ച, രണ്ടിനും ഓക്കെയാണ്. നിങ്ങൾ എങ്ങനെ വരുന്നോ അതുപോലെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഗാലിബാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറാനെ ഡിപ്ലോമസി കൊണ്ട് കീഴടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാവധി അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. പിന്നെ ഇറാനാണെന്നുണ്ടെങ്കിൽ ഇറാഖിൻ്റെ ഉള്ളിൽ ഈ കുർദിസ്ഥാൻ മേഖലയിൽ കുറേ ഡ്രോണുകൾ വിട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, മിസൈലുകളും അയച്ചിട്ടുണ്ട് അങ്ങോട്ട്. എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ കുർദിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്ക് നടത്തുകയാണ് ഇറാൻ. അതുപോലെ ജോർദാൻ്റെ ഉള്ളിലേക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ. അതിനവർ റീസണായിട്ട് പറയുന്നത് ഇസ്രായേൽ ജോർദാൻ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് എന്നുള്ളൊരു ന്യായീകരണമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് പേർഷ്യൻ ഗൾഫ് ഈസ് ആൾവേസ് പേർഷ്യൻ ഗൾഫ്, അത് ഇറാൻ്റെ കൺട്രോളിലായിരിക്കും, പേർഷ്യയുടെ കൺട്രോളിലായിരിക്കും എന്നാണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്. UK ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് ഞാൻ ഇതേപോലെ വാർത്ത കവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അവിടുത്തെ ലോക്കൽസ്, അതായത് അവിടുത്തെ ഇംഗ്ലീഷുകാർ, അവർ ശരിക്കും പൊറുതി മുട്ടിയാണ് ജീവിക്കുന്നത്. കാരണം ഈ ഇമിഗ്രൻറ്റുകൾ, അപ്പോൾ അവർ ഈ റെഫ്യൂജികൾ, അതേപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകൾ, ഇവരെല്ലാം പല ഹോട്ടലുകളിലാണ് ഇവരെയൊക്കെ UK താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഫണ്ട്, എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. UK എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പാസ്പോർട്ടൊക്കെ കയറി കളഞ്ഞിട്ട് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് പൈസ തന്ന് നിങ്ങളെ ഹോട്ടലിൽ താമസിപ്പിക്കും, സുഖജീവിതം. അപ്പോൾ ഇത്തരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അതിൽ ഒരുത്തനാണ് ഒരു സുഡാനിക്ക് ഒരു 30-32 വയസ്സോളമുണ്ട്. ഈ സുഡാനി ഒരു UK പൗരനെ, 40 വയസ്സുള്ള ഒരു UK പൗരനെ
കത്തി കൊണ്ട് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ ഇപ്പം പുള്ളിക്കാരൻ ഹോസ്പിറ്റലൈസ്ഡാണ്. ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ UK-ക്കുള്ളിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. UK ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള കുറേ യുവാക്കൾ ഇങ്ങനെ ഉണ്ട്. ഇവർ പണ്ട് തൊട്ടേ ശക്തമായ രീതിയിൽ ഈ ലെഫ്റ്റിസ്റ്റിനെതിരെ, പ്രത്യേകിച്ച് ഈ ഫ്രീ പാലസ്തീൻ, അതുപോലെ തന്നെ ഈ റെഫ്യൂജി സപ്പോർട്ടേഴ്സ്, ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകളെ കത്തയച്ച് ഇന്ന ബോട്ടിലൂടെ ഇത്ര നമ്പറിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK-യിൽ എത്താം, ഏത് തീരത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള റൂട്ട് മാപ്പൊക്കെ അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് UK-ക്കുള്ളിൽ. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടം നടത്തുന്ന ആൾക്കാർ. അപ്പം ഇവർക്കെല്ലാം എതിരാണ് ഈ ആക്ച്വൽ UK ഈ ബ്രിട്ടീഷുകാർ. അവർ ശരിക്കും കലി പൂണ്ടങ്ങ് ഇറങ്ങി ശരിക്കും വാഹനങ്ങൾ, കണ്ണിക്കണ്ട വാഹനങ്ങൾക്ക് തീ വെക്കുക, പൊതുമുതൽ നശിപ്പിക്കൽ തന്നെയാണ് പരിപാടി. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ ഇമിഗ്രൻറ്റുകളുടെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, മീൻസ് എക്സ്പാട്രിയേറ്റ്സിൻ്റെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ തീയിടുക, അങ്ങനെ വലിയ രീതിയിലുള്ള കലാപമാണ് UK-യിൽ നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ആക്ച്വൽ ഫൂട്ടേജസ് ആണ്. പക്ഷേ ഓൺലൈനിൽ പരക്കെ പല ഫാബ്രിക്കേറ്റഡ് ഫൂട്ടേജസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് കാണാൻ കഴിയുമെന്ന് UK-യുടെ ഗവൺമെൻറ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നല്ല, UK-യെ ഡിഫറൻ്റ് ആയിട്ട് ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ ഇമിഗ്രൻറ്റുകൾക്കെതിരെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വകവയ്ക്കാതെ UK തീരുമാനമെടുക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് തെറ്റായ വിഷയമാണ്. ഈ വിഷയത്തെ രണ്ടായിട്ടാണ് കാണുന്നത്. ഇതിനെ ഇമിഗ്രൻറ്റ് ലോക്കലായിട്ടുള്ള ഒരു UK പൗരനെ കുത്തി എന്നല്ല UK ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. രണ്ടും രണ്ട് തരത്തിലുള്ള ഇഷ്യൂ ആയിട്ടാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളപൂശാണ്. അത് പ്രധാനപ്പെട്ട കാരണം ഈ ഇമിഗ്രൻറ്റുകളെ പേടിച്ചിട്ടാണ് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ UK ഗവൺമെൻറ് പുറത്തിറക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മറ്റേ സൈഡിലും തുടങ്ങും. മറ്റേ ഫ്രീ പാലസ്തീൻ, ഈ ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുകൾ അവരിറങ്ങും രംഗത്ത്. ഓൾറെഡി തന്നെ UK-യുടെ ഈ ലേബർ പാർട്ടി പൊട്ടിപ്പാളിസായിരിക്കുകയാണ്. പല മുനിസിപ്പൽ ലോക്കൽ ഇലക്ഷൻസിലൊക്കെ നൈജൽ ഫറാജിൻ്റെ റിഫോം UK എന്ന് പറഞ്ഞാൽ നൈജൽ ഫറാജിൻ്റെ പാർട്ടിയാണ് വിജയിച്ചിരിക്കുന്നത്. ലെഫ്റ്റിസ്റ്റുകളെയും കൂടി ഇനിയിപ്പം വെറുപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് UK-യുടെ സൈഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് അത്തരത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ശരിക്കും ഫൂട്ടേജസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് അവിടുത്തെ ശരിക്കുള്ള ആ ഒരു ഇല്ലീഗൽ മിഗ്രൻറ്റുകളോട്, പ്രത്യേകിച്ച് കുടിയേറ്റക്കാരോടുള്ള ഒരു വെറുപ്പ് തന്നെ UK-യിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ കാണുന്നു പറഞ്ഞാൽ UK-യുടെ സ്വാതന്ത്ര്യ സമരം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. 1947 നമ്മൾ 300 കൊല്ലം നമ്മളെ ഭരിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരന്മാർ ഇനി മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ടയർ ഉൾപ്പെടെയുള്ള കുറച്ച് കൂടുതൽ ഏരിയകളാണ് ഇന്ന് ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ക്രൗഡ് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് എസ്കേപ്പായി പോവാണ്. صيدا شارع المصار هون فاع موتور هون فاع موتور بس. അപ്പം അതുപോലെ ബെയ്റൂത്തിൻ്റെ ഉള്ളിൽ ആയത്തുൽ അലി ഖമനിയുടെയും മുജ്താബ ഖമനിയുടെയും വലിയൊരു ബിൽ ബോർഡ് അവർ ഉയർത്തി കെട്ടി വെച്ചിട്ടുണ്ട്. ദെയ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉയർത്തിയിരിക്കുന്നത്. അത് ഇസ്രായേലിനെ അവിടെ അറ്റാക്ക് നടത്തരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇതേപോലത്തെ ബിൽ ബോർഡുകളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. ഈ രീതിയിലുള്ള ബിൽ ബോർഡുകളൊക്കെ ലെബനൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ബെയ്റൂത്തിൽ ദെയ്യ എന്ന് പറഞ്ഞ ഏരിയയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ അത് എത്രമാത്രം സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. എന്തുകൊണ്ടാണ് ദെയ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തരുത് എന്ന് പറയുന്നത്? അവിടെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഹെസ്ബുള്ളയുടെ ഹാർട്ട് ലാൻഡാണത്. IRGCയുടെ ഹെസ്ബുള്ളയുടെ കൺട്രോൾ കേന്ദ്രമാണിത്. അപ്പോൾ അവിടെ അറ്റാക്ക് നടത്താൻ ഇറാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജോലിയിൽ നിന്നും. കാരണം പുള്ളിക്കാരൻ്റെ മേളിൽ ഒരു പീഡന കേസ് ഉണ്ടായിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പം പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന സിവിലൈസ്ഡ് സൊസൈറ്റി താമസിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ പ്രോപ്പറായിട്ട് വസ്ത്രം ധരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് നേരെ വെടിയുതിർക്കുകയും അവരെ തല്ലുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വൈറലായിട്ട് ആഗോളതലത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെട്ട വീഡിയോ ആണ്. ശരിക്കും അവിടുത്തെ സദാചാര പോലീസ്, അതുപോലെ തന്നെ ഈ മത നിയമങ്ങൾ
പൊതുജനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, അത് പ്രത്യേകിച്ച് ആണുങ്ങളല്ല സ്ത്രീകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഈ ബുർഖ, ശരിക്കും പറഞ്ഞാൽ ഈ മുഖം മറച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം അവിടെ നടത്തിയിരിക്കുന്നത്. ശരിക്കും അവിടെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എന്ന് പറഞ്ഞിട്ട് അവിടെ UN ഒക്കെ അവിടെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്നെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് താലിബാനികൾ എന്ന് പറയുന്ന തീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യമാണ്. ഇവിടെ ഞാൻ ഇന്നലെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ വിഷയം സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നത് ഇന്ത്യ ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പ് അല്ല, പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കറിയാം. അതായത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ജനങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും അവർ ഈ മറ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ഈ മുഖംമുടി എടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം ഈ സദാചാര പോലീസുകളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത് എത്ര നാളിങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഇറാനിലും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു സൈഡാണ് അഫ്ഗാനിസ്ഥാൻ. തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ തലമുറ ഇതിലും ശക്തമായ രീതിയിൽ ഇത്തരത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടും. എനിവേ, അടിച്ചമർത്തൽ തുടരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സ്ത്രീകളുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. പക്ഷേ എന്നാലും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് മുകളിലായിരിക്കും അവരുടെ സ്ഥാനം. അത്തരത്തിലാണ് മറ്റുള്ള ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്മിറ്റി കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യക്ക് ചില നേട്ടങ്ങളുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേളിൽ ചുമത്തുന്ന ഇന്ത്യക്കുള്ളിൽ മൈനോറിറ്റികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഈ രീതിയിലൊക്കെ ഇന്ത്യയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ പേര് ദുരുപയോഗം ചെയ്യാറുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക് എമിറേറ്റ് ആണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇതിനൊരു എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇന്ത്യയുടെ പേര് ഇങ്ങനെ മൈനോറിറ്റികളുടെ പേരിൽ ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ വെച്ച് പുലർത്തുന്ന ബന്ധം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്കുള്ള ബന്ധം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ ബന്ധം കുറച്ചുകൂടെ പ്രത്യേകിച്ച് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്നുള്ള പേരിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രീ ബീസ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള പൊള്ളയായ സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ ഒരുവിധം നമുക്ക് അവിടെ കണ്ടംപ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും, തടഞ്ഞു നിർത്താൻ പറ്റും. അത് UN-ലായിക്കോട്ടെ, ഏത് ഗ്ലോബൽ ഫോറത്തിലായിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഫോറിൻ പോളിസിയിലുണ്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.